വഖഫ് നിയമ ഭേദഗതിയിലൂടെ നേരിട്ട് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി മുനമ്പം സമരസമിതി പ്രതിനിധി ഫാദർ ആന്റണി സേവ്യർ റിപ്പോർട്ടറിനോട്. ഭേദഗതി മുനമ്പത്തെ എങ്ങനെ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രിയോട് എഴുതി ചോദിച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും സമരസമിതി പ്രതിനിധി പ്രതികരിച്ചു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഒരു വലിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു പ്രഖ്യാപനമുണ്ട്, അതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അതെങ്കിൽ 2025 വഖഫ് അമെൻമെൻറ്റ് ബില്ലോടുകൂടി നേരിട്ട് ഞങ്ങൾക്കൊരു ഡയറക്റ്റ് സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ സജഷൻസ് നടത്തിയിരുന്നു. അതിൽ വന്നില്ല. എന്നാൽ അവസാനം ഞങ്ങളിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ പറഞ്ഞത് ഈ നിയമത്തിൻ്റെ പല റൂൾസും ഡ്രാഫ്റ്റ് ഇപ്പോഴും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഏതായാലും 3 ആഴ്ചകളെങ്കിലും എടുക്കും. അതിനുശേഷം നിയമത്തിൻ്റെതായ ഈ വഴികളിൽ തന്നെ ഞങ്ങളെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, എന്തായാലും സമരസമിതി നിരാശയിലാണ്. ഒരു ഗുഡ് ന്യൂസ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാണ് ഫാദർ പറയുന്നത്. എന്നാൽ ആ ഗുഡ് ന്യൂസ് ഉണ്ടായില്ല. അതിൽ മുനമ്പത്തെ സമരസമിതിക്ക് നിരാശയുണ്ട് എന്നുള്ളതാണോ ഇപ്പോൾ ഫാദർ ആന്റണി സേവ്യറിൻ്റെ പ്രതികരണത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? സജു. ഡോക്ടർ അരുൺകുമാർ, മുനമ്പത്തെ സമരസമിതിക്ക് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകുന്ന ആളാണ് മുനമ്പം ബീച്ച് വ്യാകുലമാതാ പള്ളി വികാരി കൂടിയായ ഫാദർ ആന്റണി സേവ്യർ. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നിരാശയാണ് അദ്ദേഹം പ്രകടമാക്കുന്നത്. അതായത് മുനമ്പം സമരസമിതി, അവിടുത്തെ ആളുകൾ, മുനമ്പം ജനത പ്രതീക്ഷിച്ചിരുന്നത് വഖഫ് നിയമ ഭേദഗതി നേരിട്ട് അവർക്കൊരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സൊല്യൂഷൻ എന്നതിലേക്ക് എത്തിച്ചേരും എന്നതായിരുന്നു പ്രതീക്ഷ. അങ്ങനെ കരുതിയിരുന്നു. അങ്ങനെ ചില സെക്ഷനുകളുടെ മാറ്റങ്ങൾ തന്നെയും ആ നിലയ്ക്ക് നേരിട്ട് പ്രശ്നപരിഹാരത്തിന് സാധ്യത വഴി തുറക്കും എന്ന പ്രത്യാശ നൽകുന്ന വിധമായിരുന്നു അവരോട് പലരും ആശയവിനിമയം നടത്തിയിരുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, BJP അത്തരമൊരു ആശയവിനിമയമായിരുന്നു നടത്തിയിരുന്നത്. അത് പക്ഷേ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇല്ല എന്ന് മാത്രമല്ല, മന്ത്രി തന്നെയും നിയമ പോരാട്ടത്തിൻ്റെ വഴി തന്നെ തേടേണ്ടി വരും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതോടുകൂടി നിയമ ഭേദഗതി നേരിട്ട് എന്തെങ്കിലും മുനമ്പത്ത് ഭൂമി പ്രശ്നം നേരിടുന്ന സങ്കീർണമായ ഭൂമി പ്രശ്നത്തിൻ്റെ ഇരകളായ മനുഷ്യർക്ക് ഒരു പരിഹാര സാധ്യത തുറക്കുന്നില്ല എന്നതാണ്. ആ കാര്യം മന്ത്രിയോട്, ഈ കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നേരിട്ട് സഹായകരമാവുക, ഇനി എന്താണ് നിയമ ഭേദഗതിയിലൂടെ മുനമ്പം ജനത്തിന് സഹായകരമായി വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മന്ത്രിക്ക് ഒരു ചോദ്യങ്ങളായി തന്നെ എഴുതി ആ കത്ത് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ആ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ വ്യക്തതയുള്ള ക്ലാരിറ്റിയുള്ള ഒരു മറുപടി ഇതുവരെ കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. ആ നിരാശയാണ് അവർ പ്രകടമാക്കുകയും ചെയ്യുന്നത്. ഫാദർ ആന്റണി സേവ്യറിന്റെ പ്രതികരണമാണ് സജു ദേവസ്യ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. താങ്ക് യു സജു. അപ്പോൾ